ഹലോ, നമുക്കിന്ന് ഉച്ചയ്ക്ക് എന്നാ തിന്നുന്നതെന്ന് നോക്കിയാലോ? ഉച്ചക്കല്ല കേട്ടോ, വൈകുന്നേരം 4:15 ഞാൻ ഈ പണി തുടങ്ങുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, മടി. മടിയുടെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്കൊരു മടിയായിരുന്നു അങ്ങ് ചോറുണ്ണാൻ. പിന്നെ മടിയെന്നും പറഞ്ഞുകൊണ്ടിരുന്ന വയറ്റിലോട്ടൊന്നും ചെല്ലത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം 4:15 തന്നെ വിശന്ന് അടുക്കളയിൽ കയറി. ഈ വീഡിയോ കാണുന്ന സുന്ദരി സുന്ദരന്മാരായ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേ, ഈ ചാനൽ അങ്ങോട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. വലിയ വലിയ കറികൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തലേദിവസം ഞാൻ തന്നെ ഉണ്ടാക്കി എന്തോ കറിയെടുത്ത് ചൂടാക്കി ചോറിട്ട് ഇളക്കി അതിൻ്റെ കൂടെ ഒരു മുട്ടയും പൊരിച്ചു. മുട്ട പൊരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, അതിനും എല്ലാം അരിയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും പാത്രം എടുത്താൽ പാത്രം കഴുകാനുള്ള ബുദ്ധിമുട്ടും ആലോചിച്ചിട്ട് അതിൻ്റെ സൈഡിലോട്ട് മുട്ടയിട്ട് ചിക്കി പൊരിച്ചെടുത്തു. പാനെടുത്ത് മാറ്റി നേരെ ചീനിച്ചിട്ട് വെക്കുക. അതുകൊണ്ട് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് തീ കുറച്ച് വെച്ചിട്ട് ഞാൻ ചീനിച്ചിട്ട് എടുക്കാൻ പോയപ്പോഴാണ് എൻ്റെ പകുതി മുട്ട അവന്മാർ തിന്ന് നിർത്തുന്നത് ഞാൻ കണ്ടത്. പപ്പടം വറക്കാനുള്ള ചീനിച്ചിട്ട് എടുക്കാൻ പോയി എൻ്റെ മുട്ട തിന്ന് നിർത്തത് വേറെ ആരുമില്ല. ഗ്യാസ് അങ്ങനെ ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ അവന്മാരുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ പോയി. ഈ പപ്പടം ക്യാമറയുടെ അടിക്കൊണ്ട് കാണിക്കാൻ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇത്രയും നേരം ഗ്യാസ് ഓൺ ആയിരിക്കുന്ന കാര്യം. ഇതെങ്ങാനും എൻ്റെ വീട്ടിലെ പോരാളി അറിഞ്ഞാലുണ്ടല്ലോ. ഈ പപ്പടം എന്നെ വിഷമിച്ചിരിക്കുന്നവരാരും വിചാരിക്കരുത് കേട്ടോ. പപ്പടം പൊങ്ങാതിരിക്കാൻ 3 തുളയിട്ട് അത് ഇങ്ങനെയായി. പിന്നെ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഞാനങ്ങ് തിന്നു. എന്നാ ശരി, എന്നാ പിന്നെ കാണാം.